കാലഘട്ടത്തിൽ ഗുജറാത്തിലെ കലാപ കാലഘട്ടത്തിൽ ഗുജറാത്ത് സന്ദേശെന്നും സമാചാരെന്നും രണ്ട് ക്ഷുദ്ര പത്രങ്ങളുണ്ടായിരുന്നു. വൃത്തികെട്ട ഹൃദയം പേറിയ പത്രാധിപരാൽ നയിക്കപ്പെട്ട ലോകത്തിലെ അഭിശപ്ത പത്രാലയം. ആ പത്രാലയത്തിൽ നിന്ന് പത്രത്തിൽ ഒരു വാർത്ത കലാപ ദിവസങ്ങളിൽ. എന്താ വാർത്ത എന്നറിയോ? 12 ഹൈന്ദവ സ്ത്രീകളുടെ സ്തനം മുസ്ലിങ്ങൾ മുറിച്ചു കളഞ്ഞു. ആ വാർത്ത കണ്ട ആളുകൾ തെറ്റിദ്ധരിച്ചു, ഒരുപാട് മുസ്ലിങ്ങളെ കൊന്നു. നിങ്ങൾ ഓർക്കണം, പുട്ടുതൊട്ടമ്മയുടെ മകനും തട്ടമിട്ട ഉമ്മയുടെ മകനും മനുഷ്യനാണെന്ന തിരിച്ചറിവിലേക്ക് മോനെ മോനെ എന്ന് വിളിക്കുന്ന അമ്മയുടെ വികാരവും മോനെ മോനെ എന്ന് വിളിക്കുന്ന ഉമ്മയുടെ വികാരവും പൊക്കിൾ കൊടി ബന്ധത്തിന്റെ വികാരമായി തിരിച്ചറിയാൻ നമുക്ക് കഴിയാത്ത കാലത്ത് ഇതൊക്കെ സംഭവിക്കും. ഗുജറാത്ത് സമാചാറിലും സന്ദേശിലും ഈ വാർത്ത വന്ന് 2 ദിവസം കഴിഞ്ഞു. 2 ദിവസം കഴിഞ്ഞപ്പോ ആ പത്രത്തിലെ വാർത്ത എന്താ അറിയോ? തിരുത്ത്. 2 ദിവസം മുമ്പ് വന്ന 12 അമുസ്ലിം വനിതകളുടെ സ്തനം മുറിച്ചു എന്ന വാർത്ത ശരിയല്ല. അപ്പോഴേക്ക് എന്ത് നടന്നിരുന്നു? ഒരുപാട് മുസ്ലിങ്ങൾ കൊല്ലപ്പെട്ടിരുന്നു. ആ പത്രത്തെ അഭിനന്ദിച്ച് കത്തെഴുതിയ ഒരു ഭാരതീയനുണ്ട്, ഗുജറാത്തിന്റെ മുഖ്യമന്ത്രി. ആ 2 പത്രങ്ങളെ അഭിനന്ദിച്ച് സ്വന്തം കൈപ്പടയിൽ കത്തെഴുതി ഒപ്പിട്ട ഒരു ഇന്ത്യൻ പൗരനുണ്ട്. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ഒരൊറ്റ നേതാവിനെയും മുന്നിലേക്ക് ചൂണ്ടിക്കാണിക്കാൻ അവകാശമില്ലാത്ത ഒരു മുഖ്യമന്ത്രി. ആ മുഖ്യമന്ത്രി ഈ 2 പത്ര ഓഫീസുകളിലേക്ക് കത്തയച്ചു. ഗുജറാത്ത് കലാപ കാലഘട്ടത്തിൽ മുസ്ലിങ്ങളെ കൊല്ലാൻ അനുകൂലമായ വാർത്ത സൃഷ്ടിച്ച നിങ്ങൾക്ക് എന്റെ അഭിനന്ദനങ്ങൾ. 1000 യമുനകളിലും 1000 ഗംഗകളിലും 101 തവണ മുങ്ങിക്കുളിച്ചാൽ പോലും ചെയ്തു കൂട്ടിയ പാപത്തിന്റെ 1 ഇഞ്ചും പൊറുക്കപ്പെടാതെ കിടക്കുമെന്നത് ആർക്കാ മനസ്സിലാവാത്തത്? അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ആരും ഹിറ്റ്ലറിനെ ഇഷ്ടപ്പെടരുത്. പേര് മാറിയതുകൊണ്ട് ഹിറ്റ്ലറിന്റെ സംസ്കാരം മാറില്ല. രാജ്യം മാറിയതുകൊണ്ട് ഹിറ്റ്ലറിന്റെ സംസ്കാരം മാറില്ല. നമ്മളാരും ഹിറ്റ്ലറിനും മുസോളിനിക്കും പഠിക്കേണ്ടവരല്ല. പാവപ്പെട്ടവരെ കൊന്നൊടുക്കിയ വർഗവറിയുടെ ചിന്ത പറയേണ്ടവരല്ല. എന്റെ മതം വലുതാണെന്ന് എനിക്ക് വിചാരിക്കുന്ന പോലെ അവരെന്റെ മതം വലുതാണെന്ന് വിശ്വസിക്കാൻ സ്വാതന്ത്ര്യമുള്ള ലക്കും ദീനക്കും വലിയ ദീൻ എന്ന് പ്രഖ്യാപിച്ച ഒരു സമൂഹം. അതാണ് നമ്മുടെ സമൂഹം, അതാണ് നമ്മുടെ പൈതൃകം.